നമസ്തേ. മധുരം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീരാമപാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് ഒരു ഭരണാധികാരി എന്ന നിലയിലല്ല, മറിച്ച് രാമന്റെ പ്രതിനിധി എന്ന നിലയിൽ ഭരണം നടത്താമെന്നും രാമനോടൊപ്പം മാത്രമേ അയോധ്യയിൽ പ്രവേശിക്കുകയുള്ളൂ എന്നും അതുവരെ താപസവേഷധാരിയായി അയോധ്യയ്ക്ക് പുറത്ത് നന്ദി ഗ്രാമത്തിൽ വസിക്കുമെന്നും ഭരതൻ പ്രതിജ്ഞ ചെയ്തു. കൈകേയിയുടെ അത്യാഗ്രഹത്തിന് തക്ക മറുപടിയാണ് ഭരതൻ നൽകിയത്. ഡോക്ടർ ലക്ഷ്മിദാസിന്റെ ഇന്നത്തെ പാരായണത്തിലേക്ക്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം. അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാം അതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു കീർത്യാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം. അദ്ഭുത വിക്രമ നാഥ പ്രസീദമേ. ഇപ്പോൾ അനുചിതമത്രേ വനവാസം. അദ്ഭുത വിക്രമ നാഥ പ്രസീദമേ. ത്യാഗധനനായ ഭരതന്റെ സഹോദര സ്നേഹവും രാജ്യഭാരം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഭരതനും ശ്രീരാമപാദുകങ്ങൾ പ്രതിനിധിയായി കൊണ്ടുള്ള രാജഭരണവും സാഹോദര്യത്തിന്റെ മഹിമയും സ്വാമി ചിദാനന്ദപുരി വ്യക്തമാക്കുന്നു. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം. അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്ര്യം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം.
അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ. പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം അദ്ഭുത വിക്രമ നാഥ പ്രസീദമേ. രാമായണത്തിലെ വളരെ അത്ഭുതകരമായ ഒരു സന്ദർഭമാണ്. ത്യാഗധനനായ ഭരതൻ തനിക്ക് മഹാരാജ്യം സിദ്ധമായിട്ടും അച്ഛനാൽ നൽകപ്പെട്ടു, അമ്മയാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ടാണത് ഉണ്ടായത്. ദശരഥൻ്റെ ദേഹവിയോഗത്തിന് ശേഷം രാജ്യം അരാജകമാക്കും എന്ന കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ രാജാവായി സ്ഥാനമേൽക്കാൻ ആചാര്യനും മറ്റ് പ്രമുഖരും ഭരതനോട് നിർദ്ദേശിച്ചു. ഇതൊക്കെയായിട്ടും സഹോദര സ്നേഹത്തിൻ്റെ മൂർത്തിയായ ഭരതൻ വഴങ്ങിയില്ല. പിന്നെ സസൈന്യം രാമനെ വനവാസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് തിരികെ കൊണ്ടുവരാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. അങ്ങനെ അത്യന്തം ക്ലേശകരമായ യാത്ര ചെയ്ത് ശ്രീരാമനരികെ എത്തുകയാണ്. മാർഗമധ്യേ ഗുഹനുമായി സന്ധിക്കുന്നുണ്ട്, ഭരദ്വാജ ആശ്രമത്തിൽ പോകുന്നുണ്ട്. അവിടെ രാമനെ സന്ധിച്ച് മറ്റുപചാരങ്ങളെല്ലാം കഴിഞ്ഞു. രാമൻ അച്ഛന് വേണ്ട പിണ്ടദാനങ്ങളെല്ലാം ചെയ്തു. അനന്തരം രാമനോട് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഹേ രാമ, ഞാൻ പറയുന്നത് ചെവി തന്ന് കേൾക്കണം. ക്ഷത്രിയന്മാരുടെ ധർമ്മം അങ്ങ് പാലിക്കണം. പിതൃപൈതാമഹമായ രാജ്യത്തെ പരിപാലിക്കേണ്ടത് അങ്ങാണ്. അതുകൊണ്ട് സകല അഭിഷേക സാധനങ്ങളോടും കൂടിയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി കൂടെയുണ്ട്, ആചാര്യൻ കൂടെയുണ്ട്, മറ്റ് മുതിർന്നവരെല്ലാം കൂടെയുണ്ട്, സാമന്ത രാജാക്കന്മാരുണ്ട്. ഈ സന്നിധിയിൽ വെച്ച് ഇവിടെ നിന്ന് അങ്ങ് രാജാവായി അഭിഷേകം ചെയ്ത് അയോധ്യയിലേക്ക് എഴുന്നള്ളണം. ഇതാണ് ഭരതൻ്റെ ആവശ്യം. രാമൻ വഴങ്ങുന്നില്ല. അവിടെ അവർ തമ്മിൽ വലിയ സംവാദം നടക്കുന്നുണ്ട്. അച്ഛനാൽ രാജ്യം നൽകപ്പെട്ടത് ഭരതനാണ്, അതുകൊണ്ട് ഭരതനാണ് ഭരിക്കേണ്ടതെന്ന് രാമൻ, തനിക്ക് നൽകപ്പെട്ടത് 14 വർഷം വനവാസമാണെന്നും മറ്റും വളരെ പരിശ്രമിച്ച് ഭരതനെ ബോധിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഭരതൻ പറയുന്നത് ക്ഷത്രിയരുടെ ധർമ്മത്തെയാണ്. ക്ഷത്രിയരുടെ മുഖ്യധർമ്മം രാജ്യപരിപാലനമാണ്, പ്രജാസംരക്ഷണമാണ്. അങ്ങനെ രാജാവായി പ്രജാസംരക്ഷണം ചെയ്ത് വംശവൃദ്ധിക്കായിക്കൊണ്ട് സന്തതി പരമ്പരയെ ഉത്പാദിപ്പിച്ച് നിലനിർത്തി അശ്വമേധാദി യാഗങ്ങളെ ദീക്ഷിച്ച് അനന്തരം വനവാസത്തിന് പോകുന്നതാണ് മര്യാദ. അല്ലാതെ ഇപ്പോൾ ഈ യുവത്വത്തിൽ വനവാസം അനുചിതമാണ്. ഇതാണ് ഭരതൻ ബോധിപ്പിക്കുന്നത്. ഈ ഭാഗം വളരെ ഹൃദയസ്പർശിയാണ്. വാൽമീകീയ രാമായണത്തിലെ ഭാഗം വിവരണം വളരെയധികം വലിയ സംവാദം തന്നെ നടക്കുന്നുണ്ട്. അവസാനം ഗത്യന്തരമില്ലാതായപ്പോൾ ഭരതൻ
പ്രായോപവേശം ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. ദർഭ വിരിച്ച് ഇനി മേലിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ട്. അവിടെ ശ്രീരാമൻ്റെ അപേക്ഷ മാനിച്ച് ഗുരുനാഥൻ വസിഷ്ഠൻ ഭരതനോട് വളരെയധികം ഉപദേശങ്ങൾ ചെയ്ത് പിന്തിരിപ്പിക്കുന്ന രീതിയിലാണ് ആ ഭാഗമുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭരതൻ്റെ ത്യാഗം പ്രസിദ്ധമാണ്, ആവുകയും വേണം. എന്നാൽ ഈയൊരു മാതൃക മഹാരാജ്യം സിദ്ധമായിട്ടും സാഹോദര്യത്തെ മുൻനിർത്തി അത് മുഴുവൻ ത്യജിച്ച ഭരതൻ നിശ്ചയമായും രാമൻ മടങ്ങി വരണം എന്ന് നിഷ്കർഷിച്ച ഭരതൻ, ഇവിടെയാണ് നമുക്ക് ലോകത്തിൽ ഒരിടത്തും കാണാത്ത വലിയൊരു ഉദാത്ത മാതൃക വേറെ കാണുന്നത്. ഒരു തരത്തിലും ശ്രീരാമനെ പിന്തിരിപ്പിക്കാൻ വയ്യ എന്ന് വന്നപ്പോഴും ഗുരുനാഥൻ്റെ ഉപദേശം കേട്ടപ്പോഴും അവസാനം പിന്തിരിയാൻ ഭരതൻ തയ്യാറായി. എന്നാൽ ധർമ്മവിരുദ്ധമായി തനിക്ക് സിദ്ധിച്ച രാജ്യം ഒരിക്കലും താൻ ഭരിക്കില്ല എന്ന പ്രതിജ്ഞയിൽ നിന്ന് അണു വ്യതിചലിച്ചില്ല. രാമന് അഭിഷേക സംഭാരങ്ങൾ ഭരതൻ കൊണ്ടുപോയിട്ടുണ്ട്. നിശ്ചയമായും അക്കൂട്ടത്തിൽ രാജാവായ അഭിഷേകം ചെയ്യപ്പെട്ടാൽ മടങ്ങി വരുമ്പോൾ പാദരക്ഷ ധരിക്കണം. വനത്തിലേക്ക് പോകുന്ന രാമന് പാദരക്ഷയില്ല, വനവാസിയായ രാമന് പാദരക്ഷയില്ല. എന്നാൽ അഭിഷേകം ചെയ്യപ്പെട്ട് രാജാവായി വരുമ്പോൾ പാദരക്ഷ വേണം. ആ പാദരക്ഷ രാമൻ്റെ കാലിനോട് ചേർത്ത് വെച്ച് രാമൻ്റെ പ്രതിനിധിയായി ആ പാദരക്ഷയെ കൊണ്ടുവരികയാണ് ഭരതൻ. അതിനെയാണ് വളരെ ശ്രദ്ധിക്കുക, നന്ദിഗ്രാമത്തിൽ വെച്ച് പൂജിക്കുന്നത്. എന്തുകൊണ്ട്? രാമൻ്റെ പ്രതിനിധിയായി പോലും അയോധ്യയിൽ ഭരിക്കാൻ താൻ യോഗ്യനല്ല എന്ന് ഭരതൻ ഉറപ്പാണ്. അതുകൊണ്ട് അയോധ്യയിൽ നിന്ന് അല്പം മാറി നന്ദിഗ്രാമത്തിൽ, നന്ദിഗ്രാമം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഫൈസാബാദാണ്, അവിടെ ഇരുന്നിട്ടാണ് രാജ്യഭരണം നോക്കുന്നത്. ആരാണ് സിംഹാസനത്തിൽ? സിംഹാസനത്തിൽ രാമൻ്റെ പാദുകങ്ങളാണ്. ഒന്ന് ചിന്തിക്കുക, ഈ മഹാരാജ്യത്തിൻ്റെ മഹാരാജാവ് ആകേണ്ട ആൾ ആയില്ല, ശരി തന്നെ. എങ്കിലും രാജാവിൻ്റെ എല്ലാ സുഖഭോഗങ്ങളും ഭരതന് പ്രാപ്തമാണ്. എന്നാൽ ഭരതൻ ജടാവൽക്കലങ്ങളെ ധരിച്ച് വെറും നിലത്ത് കിടന്ന് എങ്ങനെയാണോ രാമൻ വനവാസത്തിൽ ചെയ്തത് അതുപോലെ ജീവിതമാണ് നയിക്കുന്നത്. ഈ ഒരു മാതൃക നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും എത്ര തന്നെ ചിന്തിച്ചാലും ആ മഹിമയെ പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയില്ല. ആ ഒരു മാതൃക നമുക്കൊന്നും അനുകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അത് മനസ്സിലാക്കി ഏതൊരു മഹാ സൗഹാർദ്ദത്തെയാണ്, സാഹോദര്യത്തിൻ്റെ മഹിമയെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഈ സന്ദർഭത്തിൽ നമുക്ക് സാധിക്കണമേ എന്ന് മാത്രമേ പറയാനുള്ളൂ. തുടർന്ന് നമുക്ക് ചിന്തിക്കാം. പുണ്യദായകവും ഐശ്വര്യപ്രദായകവുമായ ഈ ക്ഷേത്ര ചൈതന്യത്തെ നമുക്ക് പ്രദക്ഷിണം ചെയ്തു വരാം. രാമായണ മാസം ആരംഭിച്ചതോടെ തലസ്ഥാനത്തെ ക്ഷേത്രങ്ങളെല്ലാം ഭക്തിലഹരിയിലാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള ഈ ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രം. രാമായണ മാസം ആരംഭിക്കുന്നതോടുകൂടി അഭൂതപൂർവമായ തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും രാമായണ ശീലുകൾ മുഴങ്ങുകയാണ്.
ഭക്തിലഹരിയിലാണ് തലസ്ഥാനത്തെ ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ക്ഷേത്രങ്ങൾ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടന്ന 1740കളിലാണ് വടക്കേനടയ്ക്ക് സമീപം മാർത്താണ്ഡവർമ്മ ശ്രീരാമസ്വാമി ക്ഷേത്രം നിർമ്മിച്ചത്. തകരപ്പറമ്പിനും പത്മവിലാസ റോഡിനുമിടയിൽ വടക്കേ കൊട്ടാരത്തിന് മുന്നിലാണ് ക്ഷേത്രം. കേരളീയ വാസ്തുവിദ്യ ശൈലിയുടെ ലളിത മനോഹാരിതയെന്ന് എടുത്തു പറയുക തന്നെ വേണം. പടിഞ്ഞാറേക്ക് ദർശനമുള്ള ക്ഷേത്രത്തിൽ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ഹനുമാൻ സ്വാമി എന്നിവരുടെ പ്രതിഷ്ഠകളാണുള്ളത്. വനവാസകാല രൂപത്തിലുള്ള പ്രതിഷ്ഠകളാണ് എല്ലാം. കോദണ്ഡമേന്തിയ രാമവിഗ്രഹത്തിനു മുന്നിൽ പ്രാർത്ഥിച്ച ശേഷം മാത്രം പടനയിച്ചിരുന്ന മാർത്താണ്ഡവർമ്മയുടെ കഥയും ക്ഷേത്ര ചരിത്രത്തിന്റെ ഭാഗമാണ്. നർമ്മദാ തീരത്ത് നിന്നും എത്തിച്ച ബാണലിംഗേശ്വര പ്രതിഷ്ഠയ്ക്കും പ്രത്യേക ചരിത്രമുണ്ട്. ശ്രീരാമൻ്റെ കോദണ്ഡപാണി എന്ന് പറയും. ശ്രീരാമൻ രാവണനെ വധിച്ചിട്ട് യുദ്ധം ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന ഇതാണ്, പ്രതിഷ്ഠയാണ് കോദണ്ഡപാണി. വില്ല് കൊലച്ച് ഇങ്ങനെ ശ്രീരാമൻ നിൽക്കുന്നത്. ശ്രീരാമൻ്റെ കൂടെ ഹനുമാൻ, സീതാദേവി, ശ്രീകൃഷ്ണൻ എല്ലാ വിഗ്രഹങ്ങളും ഇവിടെ ഉണ്ട്. ശ്രീകൃഷ്ണൻ എല്ലാ വിഗ്രഹങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ബാണലിംഗേശ്വരനാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കാശിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠയാണ് ബാലലിംഗേശ്വരൻ. ഇവിടെയുള്ളൂ ഇവിടെ കഴിഞ്ഞിട്ട് ഇനി നർമ്മദാ നദി തീരത്തിൽ നിന്നാണ് അത് കൊണ്ടുവന്നത്. നർമ്മദേശ്വരം, അതാണ് നർമ്മദേശ്വരം. തെക്കേ നടയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ പ്രതിഷ്ഠിക്കുകയാണ് ഈ മറ്റൊരു ബാണലിംഗേശ്വരം. അങ്ങനെ 2 ബാണലിംഗേശ്വരമാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിലെ ബലിക്കല്ല് മണ്ഡപത്തിലെ തൂണിൽ ശ്രീപത്മനാഭസ്വാമിയെ വണങ്ങി നിൽക്കുന്ന ഹനുമാന്റെ വിഗ്രഹവും കാണാം. മറുഭാഗത്തെ തൂണിൽ ദേവനെ തൊഴുതു നിൽക്കുന്ന ഗരുഡന്റെ പ്രതിമയും ആലേഖനം ചെയ്തിരിക്കുന്നു. കർക്കിടകമാസത്തിൽ ശ്രീരാമക്ഷേത്രം ദർശനം ഒരു പുണ്യമായിട്ടാണ് കരുതുന്നത്. അവിടെ എല്ലാ പ്രാവശ്യവും ഞാനിവിടെ വന്ന് തൊഴാറുണ്ട്. വർഷങ്ങളായിട്ട് വരുന്നു. ഞാൻ ആലപ്പുഴക്കാരിയാണ്, പക്ഷേ ട്രിവാൻഡ്രം സെറ്റിലായിട്ട് തന്നെ 30 വർഷത്തിക്കുള്ളിലായി. ഞാൻ കുറേ കാലങ്ങൾക്ക് ആയിട്ട് ഇവിടെ തുടരെ വരുന്നുണ്ട്. ഭഗവാന്റെ ദർശനം ഒരു പുണ്യമായിട്ടാണ് കരുതുന്നത് ഹനുമാൻ സ്വാമിയുടെ. രാജഭരണകാലത്തിന് ശേഷം ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ്. എന്നിരുന്നാലും ശ്രീരാമനവമി പോലുള്ള വിശേഷ ദിവസങ്ങളിൽ രാജകുടുംബാംഗങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പ്രത്യേക ചടങ്ങായി തന്നെ നടത്തുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്തോളം പഴക്കമുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രം അനന്തപുരിയുടെ ആത്മീയ ചരിത്രത്തിലും മുഖ്യസ്ഥാനം അലങ്കരിക്കുന്നു. എനിക്ക് വളരെ മനഃശാന്തി തരുന്ന ഒരു ക്ഷേത്രമാണ്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ഇവിടെ പൂജകളും എല്ലാം വളരെ വൃത്തിയായി തന്നെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകത നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലിരിക്കുന്ന ഈ ക്ഷേത്രം അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഈ ക്ഷേത്രമുണ്ട്. മാർത്താണ്ഡവർമ്മരാജ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇവിടെ ശ്രീരാമൻ്റെ തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചു പോയിട്ടുള്ളതായിട്ടാണ് ചരിത്രം. വീരരാമനായിട്ടാണ് ഇവിടുത്തെ സങ്കല്പം.
മഹാരാജാവ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ചരിത്രമാണ്. വനവാസിക്കാല രൂപത്തിലുള്ള ഇവിടുത്തെ പ്രതിഷ്ഠകളും ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. വരുന്ന എപ്പിസോഡിൽ മറ്റൊരു ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. കോസലത്തിൻ്റെയും അയോധ്യയുടെയും രാജാവായതിനാൽ ജനങ്ങൾ ഭരതനെ പിന്തുണച്ചു. എന്നാൽ ഭരതൻ സിംഹാസനത്തിൽ ഇരിക്കുകയോ കിരീടം ധരിക്കുകയോ ചെയ്തില്ല. ഭരതന്റെ ഭരണം നീതിപൂർവമായിരുന്നു. രാജ്യം സുരക്ഷിതവും സമൃദ്ധവും ആയിത്തീർന്നു. പക്ഷെ രാമന്റെ മടങ്ങിവരവിനായി ആ മനസ്സ് നിരന്തരം ആഗ്രഹിച്ചു. ഈ സമയത്ത് അദ്ദേഹം തൻ്റെ അമ്മ കൈകേയിയോട് ക്ഷമിക്കാതെ രാമന്റെ അമ്മയായ കൗസല്യയെയും ലക്ഷ്മണന്റെ അമ്മ സുമിത്രയെയും സ്നേഹത്തോടെ പരിപാലിച്ചു. രാമന് ഭരതനോടുണ്ടായിരുന്ന അഗാധമായ സ്നേഹവും ആദരവും ഹനുമാനോടുള്ള തൻ്റെ സ്നേഹത്തിന് തുല്യമാണെന്ന് രാമന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് വ്യക്തമാണ്. നാളെ വീണ്ടും കാണാം. നമസ്തേ.